സത്യത്തിൽ മസാല ബോണ്ടിൽ എന്താണ് സംഭവിച്ചത്? മസാല ബോണ്ടിൽ അട്ടിമറി നടന്നു. കിഫ്ബി മസാല ബോണ്ട് ഇടപാടിൽ കനേഡിയൻ വിദേശ നിക്ഷേപ ഉപദേശക ഏജൻസിയായിട്ടുള്ള CDPQവിന്റെ ഉദ്യോഗസ്ഥരുമായിട്ട് സംസ്ഥാന സർക്കാർ പ്രതിനിധികൾ ചർച്ച നടത്തിയതായിട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തി എന്നുള്ള റിപ്പോർട്ടുകൾ വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന എന്താണ്? മസാല ബോണ്ടിൽ അട്ടിമറി നടന്നിരിക്കുന്നു. എന്നാൽ എൻ്റെ ചോദ്യം, കിഫ്ബി മസാല ബോണ്ട് ഇടപാടിൽ കനേഡിയൻ വിദേശ നിക്ഷേപക ഉപദേശക ഏജൻസിയുമായിട്ട് സർക്കാർ പ്രതിനിധികൾ ചർച്ച നടത്തിയത് എന്തിനെ എന്നുള്ളതാണ്. ഇനി അത് ലാവ്ലിൻ ബന്ധമുള്ള കമ്പനിക്ക് വേണ്ടി നടത്തിയ ഖജനാവ് കൊള്ളയാണോ എന്നുള്ള മറ്റൊരു ചോദ്യം. ഇതും കൂടാതെ കൊള്ളപ്പലിശയ്ക്ക് പണം കടം വാങ്ങിയത് എന്തിനായിരുന്നു എന്ന് കൂടി പറയേണ്ടതല്ലേ? കൂടാതെ വ്യവസായ പാർക്കിന് പണം മുടക്കിയത് ദുരൂഹമല്ലേ? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് കൂടി ഉത്തരം പറയുക. ക്യൂബെക്സ് ഡിപ്പോസിറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട്, അതായത് CDPQ, ആ CDPQ ഉദ്യോഗസ്ഥരുടെ മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് കിഫ്ബിക്ക് മസാല ബോണ്ടിലൂടെ ലഭിച്ച വിദേശ വായ്പ വകമാറ്റിയത് മുഖ്യമന്ത്രിയുടെ അറിവോടെയാണ് എന്നുള്ള ആരോപണം ED അവരുടെ റിപ്പോർട്ടിൽ ഉന്നയിക്കുന്നത് എന്നതാണ്. CDPQ ഇന്ത്യയുടെ ഡയറക്ടർ ഹർഷൻ സിംഗൽ, ഡെപ്യൂട്ടി ഹെഡ് അനിറ്റ M. ജോർജ് ഇവർ നൽകിയ മൊഴിയിലാണ് നിർണായകമായിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നത്. ഇത് സ്ഥിരീകരിക്കുവാൻ കഴിഞ്ഞാൽ മസാല ബോണ്ടിൽ പലരും കുടുങ്ങുമെന്നുള്ള കാര്യത്തിൽ സംശയമേ ഇല്ല. വലിയ നഷ്ടം അത് ഖജനാവിന് മസാല ബോണ്ട് നൽകിയിട്ടുണ്ട്. കാരണം അമിതമായിട്ടുള്ള പലിശ കാരണമാണ് ഇതുണ്ടായിരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് മുൻകൂട്ടിയുള്ള ചർച്ചകൾ ആണ് ഇപ്പോൾ വിവാദമായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനെ തുടർന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ, മുൻ ധനമന്ത്രി TM തോമസ് ഐസക്, കിഫ്ബിയുടെ CEO ആയിട്ടുള്ള KM എബ്രഹാം ഇവർക്കൊക്കെ കാരണം കാണിക്കൽ നോട്ടീസ് നൽകി കഴിയുകയും ചെയ്തു. KM എബ്രഹാം, ജോയിന്റ് ഫണ്ട് മാനേജർ ആനി ജൂല തോമസ് എന്നിവരിൽ നിന്ന് ED വിവരങ്ങൾ ശേഖരിച്ചു കഴിഞ്ഞു. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗങ്ങളുടെ മിനിറ്റ്സ് ഇവർ EDക്ക് കൈമാറുകയാണ്. അപ്പൊ അതിൽ നിന്നാണ് 27 പദ്ധതികൾക്ക് മസാല ബോണ്ട് വഴി വായ്പയെടുത്ത 466 കോടി രൂപ വിനിയോഗിച്ചതായി കണ്ടെത്തിയത്. പാലക്കാട് കണ്ണൂർ വ്യവസായ പാർക്കിനായിട്ട് ഏകദേശം 4887 ഏക്കർ ഭൂമി വാങ്ങിയത് ഈ ഫണ്ട് ഉപയോഗിച്ചാണ് എന്ന് EDയുടെ ആ റിപ്പോർട്ടിൽ പറയുകയും ചെയ്തു. അല്ലാതെ റോഡ് പണിക്ക് ഏറ്റെടുത്ത വസ്തുവല്ല വിവാദമാകുന്നത്. അങ്ങനെ വരുത്തുവാനുള്ള ക്യാപ്സൂളുകൾ അതിപ്പോൾ സജീവമായിട്ട് ഇറങ്ങുന്നുണ്ട്. പക്ഷെ സംഭവിച്ചത് മറ്റൊന്നാണ്. കണ്ണൂരിലെ വ്യവസായ പാർക്കിനായിട്ട് 4887 ഏക്കർ ഭൂമി വാങ്ങിയതാണ് ഈ ഫണ്ട് ഉപയോഗിച്ച് എന്നാണ് ED പറയുന്നത്. ദേശീയപാത വികസനം, റെയിൽവേ മേൽപ്പാലം, കുടിവെള്ള പദ്ധതികൾ എന്നിവയ്ക്കൊക്കെ സ്ഥലമെടുപ്പിനും പണം വിനിയോഗിച്ചിട്ടുണ്ട്. പക്ഷെ ഇതിൽ തെറ്റില്ല. പക്ഷെ മസാല ബോണ്ട് ഇറക്കും മുമ്പ് തന്നെ CDPQവിന്റെ പ്രതിനിധികളുമായിട്ട് കിഫ്ബി ടീം നടത്തിയ ചർച്ചയുടെ വിശദാംശങ്ങൾ അടക്കം റിപ്പോർട്ടിലുണ്ട്. അപ്പോൾ ഈ പറയുന്ന ഹർഷൻ സിംഗലും അനിറ്റയും ഇപ്പോൾ CDPQവിന്റെ ഭാഗമല്ല എങ്കിലും ഇതും പരിശോധനയ്ക്ക് വിധേയമാക്കുകയാണ്. SNC ലാവ്ലിൻ എന്ന കനേഡിയൻ കമ്പനിയിൽ നിക്ഷേപമുള്ള CDPQ ആണ് മസാല ബോണ്ടിന്റെ നല്ലൊരു പങ്കും വാങ്ങിയത്. ലാവ്ലിനുമായിട്ട് ബന്ധപ്പെട്ട് മുമ്പുയർന്ന ആരോപണങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ഇതിൽ ദുരൂഹതയുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമേമില്ല. CDPQവിന് ലാവ്ലിൻ മാത്രമല്ല ഇന്ത്യയിൽ ഉൾപ്പെടെ ഒട്ടേറെ സ്ഥാപനങ്ങളിൽ നിക്ഷേപമുണ്ടെന്നായിരുന്നു കിഫ്ബിയുടെ വാദം. ആർക്ക് വേണമെങ്കിലും ഈ ബോണ്ടുകൾ വാങ്ങാമെന്നായിരുന്നു അന്ന് ധനമന്ത്രിയുടെ വാദവും. ഒരു സംസ്ഥാനം എന്ന് പറയപ്പെടുന്ന വിദേശത്ത് നിന്ന് കേന്ദ്ര സർക്കാർ വഴിയല്ലാതെ വായ്പ എടുക്കുന്നത് ഭരണഘടനാ ലംഘനമാണ് എന്ന് ചുവട് പിടിച്ചാണ് അന്വേഷണം തുടങ്ങിയതെന്ന് ED കോടതിയിൽ നേരത്തെ തന്നെ നിലപാട് പറയുകയും ചെയ്തു. ഇവിടെ മസാല ബോണ്ട് പൂർണ്ണമായിട്ടും നിയമപരമാണ് എന്നാണ് തോമസ് ഐസക്കും കിഫ്ബിയും ഇതിനോട് പ്രതികരിച്ചത്. എന്തായാലും 4000 കോടി രൂപയുടെ 4000 കോടിയോളം രൂപ കേരളം തിരിച്ചടച്ചിരിക്കുന്നു. അപ്പോൾ ഇത് ഖജനാവിന് വലിയ നഷ്ടമുണ്ടാക്കുകയും ചെയ്തിരിക്കുന്നു. ഉയർന്ന പലിശ നിരക്ക്, അപ്പോൾ ഏർലി എക്സിറ്റ് ഇവയൊക്കെ കാരണമാണ് ഇത്തരത്തിൽ വലിയ നാശനഷ്ടം നമ്മുടെ ഖജനാവിനുണ്ടായിരിക്കുന്നത്. നേട്ടമുണ്ടാക്കിയതാണെങ്കിലോ ലാവ്ലിൻ ബന്ധമുള്ള ഈ കമ്പനിയാണ്. അപ്പോൾ കിഫ്ബി പുറത്തിറക്കിയ മസാല ബോണ്ടിന് കേരളം നൽകിയത് ഉയർന്ന പലിശയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ തന്നെ ലിസ്റ്റ് ചെയ്ത ദേശീയപാത അതോറിറ്റിക്ക് NHA അവർ പുറത്തേക്കിയ മസാല ബോണ്ട് 7.3% പലിശ നിരക്കിലായിരുന്നു. അതായത് ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ തന്നെ ലിസ്റ്റ് ചെയ്ത ദേശീയപാത അതോറിറ്റി NHA അവർ പുറത്തിറക്കിയ മസാല ബോണ്ട് 7.3% പലിശ നിരക്കിലായിരുന്നു. അങ്ങനെയാണ് അവർ വിറ്റിരുന്നത്. പക്ഷേ ഇതേ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴിയും മസാല ബോണ്ട് കിഫ്ബി വിറ്റതാകട്ടെ
9.723% പലിശ നിരക്കിൽ. NHAIയുടെയും സമാനമായിട്ടുള്ള തരത്തിൽ 5 വർഷത്തിനുള്ളിൽ തിരിച്ചടയ്ക്കുന്ന വ്യവസ്ഥയിലായിരുന്നു കിഫ്ബിയുടെയും ബോണ്ട് എന്ന് പറയപ്പെടുന്നത്. 2017 മെയ്യിൽ 3000 കോടി രൂപയാണ് NHAI അന്ന് സമാഹരിച്ചത്. 2022 മെയ്യിൽ തിരിച്ചടവ് പൂർത്തിയാക്കുന്നു. 2019 2150 കോടി രൂപയാണ് കേരളം സമാഹരിച്ചത്. 2024 മാർച്ചിൽ തിരിച്ചടവ് പൂർത്തിയാക്കുന്നു. വലിയ തുക ഇതിനു വേണ്ടിയിട്ട് കേരളം തിരിച്ചടയ്ക്കുന്നു. അങ്ങനെ ഖജനാവിന് വലിയ നഷ്ടമുണ്ടായി. ഇതിനൊപ്പമാണ് ലാവ്ലിൻ കമ്പനിയുടെ ഇടപെടലുകളും ഇതിനകത്തുണ്ടാകുന്നത്. ഇപ്പോൾ വലിയ ചർച്ചയാകുന്നു. എന്തായാലും ലാവ്ലിൻ കമ്പനി എന്തുകൊണ്ടുണ്ടായി, അവർക്ക് ഇതുമായിട്ടുള്ള ബന്ധം എന്താണ്? ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ ഇതിനകത്ത് എന്തൊക്കെയോ ചീഞ്ഞു നാറുന്നുണ്ട് എന്നതാണ്. അപ്പോൾ അതിനകത്ത് ഞാൻ ആദ്യം പറയും, കൊള്ളപ്പലിശയ്ക്ക് പണം കടം വാങ്ങിയത് എന്തിനാണ്? വ്യവസായ പാർക്കിന് പണം മുടക്കിയത് എന്തുകൊണ്ടാണ്? ലാവ്ലിനുമായിട്ടുള്ള ബന്ധമുള്ള കമ്പനിക്ക് വേണ്ടി നടത്തിയത് ഒരു ഖജനാവ് കൊള്ളയാണോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. മാത്രമല്ല, കിഫ്ബി മസാല ബോണ്ട് ഇടപാടിൽ കനേഡിയൻ വിദേശ നിക്ഷേപക ഉപദേശക ഏജൻസിയുമായിട്ട് സർക്കാർ പ്രതിനിധികൾ ചർച്ച നടത്തിയതടക്കം എന്തിനാണ്? ഇതിലെല്ലാത്തിലും അടിമുടി ഉടായിപ്പാണ്. ഇതിനകത്ത് കോടികൾ വെട്ടിത്തിന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. 2150 കോടി രൂപ എടുത്തിട്ടുണ്ടെങ്കിൽ 1054 കോടിയോളം രൂപ പലിശ ഇനത്തിൽ നൽകുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് കേരള സമൂഹത്തിനോട് പറയുക. ഇങ്ങനെ ഒരു മുടിയനായ പുത്രനായിട്ട് മാറേണ്ട ഒരു കാലാവസ്ഥയിലേക്ക് 10 വർഷം കൊണ്ട് പിണറായി വിജയൻ മാറി എന്നുള്ളതാണ്. ഒരു സംസ്ഥാനത്തെ മുഴുവൻ ഇങ്ങനെ കട്ടുമുടിക്കുന്ന തരത്തിലേക്ക് ഒരു മുടിയനായ പുത്രനായി പിണറായി മാറി എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ് ഇപ്പോൾ നമ്മുടെ ഈ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാകേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് പുതിയ തിരഞ്ഞെടുപ്പ് കാലം എത്തുന്നതും അതിലേക്ക് ജനങ്ങൾ ആകർഷകരായി ജനാധിപത്യ വ്യവസ്ഥകളിലേക്ക് എത്തപ്പെടുന്നത്. അതെന്ത് ആയിക്കോട്ടെ, അത് തിരഞ്ഞെടുപ്പ് പ്രക്രിയകൾ അതിൻ്റെ രീതിക്ക് നടത്തട്ടെ. പക്ഷേ ഇവിടെ കോടികൾ അടിച്ചു മാറ്റുന്നതിന് പിന്നിൽ ആരാണ് എന്ന് പൊതുസമൂഹത്തിന് മുന്നിൽ തുറന്നു പറയുവാനുള്ള മനസ്സ് ഈ പാർട്ടിക്കുണ്ടാവണം, സർക്കാരിനുണ്ടാകണം. അത് രണ്ടിലുമില്ലെങ്കിൽ ഒരു വലിയ അന്വേഷണത്തിലേക്ക് പോകേണ്ടതുണ്ട്. ഇനിയും കുരുക്കുകൾ ഉണ്ടാവുക തന്നെ ചെയ്യും. പിണറായിയും തോമസ് ഐസക്കും അടക്കമുള്ളവർ ജയിലഴികളിലേക്ക് പോകുക എന്നുള്ളത് വിദൂരമല്ല എന്ന് കൂടി പറയട്ടെ. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ വി ഡി സതീശൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച